ഹായ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിയുടെ ചോറൂണാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലാണുള്ളത്. അപ്പം അച്ഛനും അമ്മയും മാളൂസും കുഞ്ഞും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ പട്ടാഴിയിൽ നിന്ന് മാളൂസിൻ്റെ അമ്മുമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം രാവിലെ എത്തി. പിന്നെ മാളൂസിൻ്റെ അച്ഛൻ തടിയൂരിൽ നിന്ന് ഇന്നലെ രാത്രി വീട്ടിൽ വന്നായിരുന്നു. ഇന്ന് രാവിലെ വരുന്നുണ്ട്. ഇപ്പം എത്തി കാണും. പിന്നെ ചേട്ടനും ചേച്ചിയും നിച്ചൂസും ഋതുക്കുട്ടനും ഒക്കെ ഇപ്പോൾ എത്താറായി. ഒരു 10 മിനിറ്റുള്ളിൽ എത്തും. പിന്നെ അവിടുന്ന് പ്രയാറ്റൂന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മയോ ചേട്ടൻ ആരാന്നറിയത്തില്ല ഉണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാം വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:20. അപ്പം 8:45 കഴിഞ്ഞ് 9:30 മുഹൂർത്തം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചടങ്ങ് തുടങ്ങാം. ഇപ്പുറത്തെ ആ കൺഫ്യൂഷനാണ്. ഇത് എങ്ങനെ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ദൗത്യം ഏറ്റെടുത്ത് ചേട്ടൻ മുന്നോട്ട് പോകുന്നു. എന്ത് സംഭവിക്കും നോക്കാം. ലാസ്റ്റത്തെ ലുക്ക് നമ്മൾ എന്ത് സംഭവിക്കാം. കൊള്ളാം. അത് എടി ഒരു അത് കെട്ടിയിരുന്നു. ഓക്കെ സെറ്റ്. വയറ് മുറുകിയൊന്നും ഇല്ലല്ലോ. പിന്നെ പ്രശ്നം ഇപ്പൊ ഓക്കെ. അടിപൊളി. ഇന്ത്യ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കട്ടെ. അപ്പൊ ഞങ്ങളെല്ലാരും അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ സമയം എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടേ കുഞ്ഞുലക്ഷ്മി മുണ്ടൊക്കെ എടുത്ത് നടക്കലോട്ട് പോവാണ്. കുഞ്ഞലക്ഷ്മിക്ക് കൊടുക്കുകയാണ്. അതിൽ ചോറ് കൊടുത്ത് ചോറടക്കുന്നത്. അച്ഛൻ കൊടുത്തു കഴിഞ്ഞ് ഇനി അമ്മ കൊടുക്കുക. അപ്പൊ നമ്മുടെ തെച്ചൂസ് കൊടുക്കുവാണ്.
ചോറൂണൊക്കെ കഴിഞ്ഞ ആളെത്തിയിട്ടുണ്ട്. ഇനി തുലാഭാരമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വേണ്ടൊന്ന് മുഖമൊക്കെ കഴുകി റെഡിയാവാൻ പോവാണ്. മുഖമൊക്കെ ക്ലീൻ ചെയ്ത് ആള് റെഡി ആവുക. എന്നിട്ട് വേണം ഇനി തുലാഭാരത്തിന് പോകാൻ. ഈ കുട്ടിയെ തുലാഭാരം തൂക്കാൻ പോവാണ്. തുലാഭാരം തൂക്കിയ പഞ്ചസാര പഞ്ചസാരയായിരുന്നു തുലാഭാരം. അപ്പം പഞ്ചസാര പ്രസാദം കിട്ടി. അപ്പൊ അവിടെ ചോറുകൊണ്ട് കഴിഞ്ഞ് അതുപോലെ തുലാഭാരം കഴിഞ്ഞ് ഞങ്ങളത് അകത്ത് കയറി എല്ലാവരും തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഐറ്റത്തിന് വേണ്ടി, അമ്പലപ്പുഴ പാൽപ്പായസം. ഇപ്പം സമയം 9:30 കഴിഞ്ഞേ ഉള്ളൂ. ഏകദേശം 12 മണിയൊക്കെ ആവും പായസം ആവാൻ. അപ്പം അത്രയും നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. കാണിച്ചേ വേണ്ടേ എണ്ണയുടെ ഫാൻസാൻ്റെ വേണ്ട. നമുക്ക് വെണ്ണക്കുടത്തിൽ വെണ്ണ കിട്ടി. നിറച്ചുണ്ടായിരുന്നു. കൂടുതലും കഴിച്ചത് നിച്ചൂസ് തന്നെയാണ്. എന്നാ ബാക്കി കഴിച്ചു. കൊടുക്ക എന്തിയേ ഇച്ചിരി കൊടുത്ത് എന്തിയെ എങ്ങനെ അങ്ങനെ പാൽപ്പായസമൊക്കെ വാങ്ങി നമ്മൾ വണ്ടിയിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ 12:15 ആയപ്പോഴത്തേക്ക് നിവേദ്യം തുടങ്ങി. അപ്പോൾ ശംഖിൻ്റെ വിളി കേട്ടായിരുന്നു. അപ്പോൾ ശംഖ് വിളി കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞ് നിവേദ്യം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അതിനുശേഷം ഒരു അരമണിക്കൂറിനോ എടുത്ത് നിവേദ്യം തീരാൻ. അരമണിക്കൂർ എടുത്ത് ഒരു 12:45 കഴിഞ്ഞപ്പോഴത്തേക്ക് നിവേദ്യം കഴിഞ്ഞ് അകത്തുനിന്ന് ഉരുളിയിലും പാത്രത്തിലും ഒക്കെ ആയിട്ട് സ്റ്റോർ റൂമിലോട്ട് ഇത് ഫുള്ളായിട്ട് എടുത്ത് അതിന് ശേഷം അവിടെ നിന്നാണ് ബോട്ടിലാക്കിയതിന് ശേഷമാണ് സപ്ലൈ ഉണ്ടായത്. ഞങ്ങളിത് 10 എണ്ണമാണ് നമ്മുടെ ടോട്ടൽ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഓരോരുത്തരും പിന്നെ പറഞ്ഞായിരുന്നു ഒരെണ്ണം വേണം എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഞങ്ങൾ വാങ്ങിച്ച് അങ്ങനെ ടോട്ടൽ 10 എണ്ണം. നമുക്കിനി വണ്ടിയിലോട്ട് പോവാ.
അപ്പൊ നമ്മൾ ഒരെണ്ണം ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് എല്ലാരും കുടിച്ചങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. സെറ്റ് തീർന്നിട്ടുണ്ട്. നല്ല കിടിലൻ രുചിയാണ്. അതെ, അത് നമ്മൾ ബാക്കിയുള്ളത് എപ്പോഴൊന്നും നമ്മള് അമ്പലപ്പുഴ അമ്പലപ്പുഴ വരത്തില്ല. അപ്പം ഇന്നിപ്പോ നമ്മള് മേടിച്ച ഇപ്പൊ തന്നെ കഴിച്ച ആ ഒരെണ്ണം തന്നെ ഇവിടെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ബാക്കി നമ്മള് ഓരോരുത്തർ പറഞ്ഞ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. അപ്പം ഇനിയും ഫോളോ ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ എത്തുന്നവരെ ബൈ ബൈ. ഓക്കെ, ബൈ.